സീറോ ഓവറിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ നേരെ ബീഹാറിലേക്കാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര പുനരാരംഭിച്ചു. ബീഹാറിലെ വെസ്റ്റ് ചമ്പാരനിൽ നിന്നാണ് യാത്ര പുനരാരംഭിച്ചത്. ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പങ്കെടുക്കും. ഡി രാജ, ആനി രാജ എന്നിവർ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 1 പട്നയിലാണ് യാത്ര സമാപിക്കുക. PR അരവിന്ദ് വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, ഇന്നത്തെ വിശിഷ്ടാതിഥി തീർച്ചയായും സിദ്ധരാമയ്യയാണ്. ആ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യമായ വെളിപ്പെടുത്തലുകളൊക്കെ കർണാടക മുഖ്യമന്ത്രിക്ക് നടത്താനും ഉണ്ടാകും. അപ്പോൾ സിദ്ധരാമയ്യയുടെ വരവ് ഈ യാത്രയ്ക്ക് എത്രമേൽ വലിയ ഊർജം നൽകിയിട്ടുണ്ട്? എങ്ങനെയാണ് യാത്ര തുടരുന്നത്? സൈഫുദ്ദീൻ, നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര 13ാം ദിവസത്തിലാണ്. വലിയ ജനപിന്തുണ ഏറ്റുവാങ്ങി തന്നെയാണ് രാഹുലിന്റെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ യാത്രയ്ക്ക് എത്തുമെന്നതാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഊർജ്ജം പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ കർണാടകയിലെ മഹാദേവപുരയിലെ വോട്ട് കൊള്ളയാണ് രാഹുൽ തുറന്നു കാട്ടിയത്. അതിന്റെ തെളിവുകളടക്കം നിരത്തി രാജ്യത്തിന് മുന്നിൽ വച്ചിരുന്നു. അപ്പോൾ കൃത്യമായി കർണാടക മുഖ്യമന്ത്രി തന്നെ എത്തിയ ജനങ്ങളോട് വിശദീകരിക്കുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്വാസത ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഇനി 2 ദിവസം കൂടി മാത്രമാണ് യാത്രയുള്ളത്. അടുത്ത മാസം 1, അതായത് തിങ്കളാഴ്ചയാണ് ഇതിന്റെ സമാപന ചടങ്ങുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള. പട്നയിലാണ് സമാപന ചടങ്ങുകൾ നടക്കുക. അന്ന് ഇന്ത്യ സഖ്യത്തിൽ ഒരു ശക്തി പ്രകടനം കൂടി ഉണ്ടാകും. കാരണം ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം അന്ന് ഒരേ വേദിയിൽ അണിനിരക്കുമെന്നതാണ് ഇപ്പോൾ സഖ്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 12 ദിവസവും വലിയ ജനപിന്തുണ രാഹുലിന് ലഭിച്ചിരുന്നു. കൃത്യമായി വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണവും അതുപോലെ തന്നെ വോട്ടുകൾ അടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി ജനങ്ങളോട് ആശയവിനിമയം നടത്തിയാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും ഈ യാത്രയിൽ ഉടനീളം പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ യാത്രയ്ക്ക് എത്തി. അതിന് മുമ്പ് പ്രിയങ്ക ഗാന്ധി എത്തിയിരുന്നു. ഇന്ന് സിദ്ധരാമയ്യയും സച്ചിൻ പൈലറ്റും യാത്രയ്ക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ CPI ജനറൽ സെക്രട്ടറി ഡി രാജ, അതുപോലെ തന്നെ ആനി രാജ തുടങ്ങിയ നേതാക്കളും രാഹുലിനൊപ്പം ഇന്ന് ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നു. അടുത്ത ദിവസം കൂടുതൽ നേതാക്കളെത്തും. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, അതുപോലെ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ തുടങ്ങിയവരും അടുത്ത ദിവസം യാത്രയ്ക്ക് എത്തും. എന്തായാലും യാത്ര ഒരു മുന്നൊരുക്കം ആയിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം കാണുന്നത്. കാരണം ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിന്റെ ഒരു മുന്നൊരുക്കം കൂടിയാണ് രാഹുലിന്റെ യാത്ര. ഇന്ത്യ സഖ്യത്തിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനും വലിയ രീതിയിലുള്ള ശക്തി പകരുമെന്ന് തന്നെയാണ് വിലയിരുത്തലുള്ളത്.